പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ തന്നെ ആമേൻ. ഇരിക്കാം. ദൈവതിരുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. എല്ലാവർക്കും എൻ്റെ സ്നേഹവന്ദനം. അപ്പോസ്തലനായ വിശുദ്ധ പൗലോസ് എഫേസ്യർക്ക് എഴുതിയ ലേഖനം 1-ാം അധ്യായം 10-ാമത്തെ വാക്യം. അത് സ്വർഗത്തിലും ഭൂമിയിലുള്ളതെല്ലാം പിന്നെയും ക്രിസ്തുവിൽ ഒന്നായി ചേർക്ക എന്നിങ്ങനെ കാലസമ്പൂർണതയിലെ വ്യവസ്ഥയ്ക്കായിട്ട് കൊണ്ട് തന്നെ. സ്വർഗത്തിലും ഭൂമിയിലുള്ളതെല്ലാം പിന്നെയും ക്രിസ്തുവിൽ ഒന്നായി ചേർക്കുക. ഈ ആരാധനയിലേക്ക് ഞാനും എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. നമ്മൾ ഒരു പുതിയ സീസണിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ്. ഇപ്പോൾ നമ്മൾ പാടിയ പാട്ട്, ആ പാട്ട് ഉൾപ്പെടുത്തിയിരിക്കുന്ന പ്രത്യേക സെക്ഷൻ എന്ന് പറയുന്നത് മഹത്വപ്രകാശത്തിന് ശേഷം പിമ്പ് ഉള്ള ദിവസങ്ങളിൽ ഞായറാഴ്ചകളിലേക്ക് പാടുവാനായിട്ടുള്ള പാട്ടാണ്. നിങ്ങളത് ശ്രദ്ധിച്ച് കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു. എപ്പിഫനി സീസൺ, മഹത്വപ്രകാശം എന്ന് പറയുന്നത് വളരെ സന്തോഷകരമായ ഒരു സീസണാണ്. അതേക്കുറിച്ച് ലിറ്റർജിയിൽ പറയുന്നത് വൺ ഓഫ് ദ ജോയസ് സീസൺ എപ്പിഫനി. കാരണം യേശു കർത്താവിൻ്റെ മഹത്വം വെളിപ്പെട്ട സമയമാണ്. എന്നാൽ അതിന് ശേഷം ഇന്നു മുതൽ ഒരു പുതിയ സീസണിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. അതിന് നമ്മൾ ഇപ്പോൾ പറയുന്നത്, നമ്മുടെ പാഠപുസ്തകത്തിൽ മഹത്വപ്രകാശത്തിന് പിമ്പ് എന്ന വാക്ക് ഉപയോഗിച്ചിട്ടുണ്ട്. നമ്മുടെ ആരാധന പുസ്തകത്തിൽ ഈസ്റ്ററിന് മുമ്പ് 9-ാം ഞായർ എന്നുള്ള പേരാണ് കൊടുത്തിരിക്കുന്നത്. വാസ്തവത്തിൽ ആംഗ്ലേയ പാരമ്പര്യത്തിൽ ആരാധിച്ചിരുന്ന ആളുകൾ, പ്രത്യേകിച്ച് ഇവിടെ ഇരിക്കുന്ന മുതിർന്ന ആളുകൾ, പഴയ പ്രാർത്ഥനാക്രമം ഉപയോഗിച്ചിരിക്കും എന്ന് ഞാൻ കരുതുന്നു. പഴയ പ്രാർത്ഥനാക്രമം, ബുക്ക് ഓഫ് കോമൺ പ്രെയർ, അതിൽ ഈ ഞായറാഴ്ചയ്ക്ക് കൊടുത്തിരിക്കുന്ന പേര് 70-ാം ഞായറാഴ്ച എന്നാണ്. ലത്തീൻ ഭാഷയിൽ വേറൊരു പേരവിടെ പറഞ്ഞിട്ടുണ്ട്, സെപ്ത്വാജെസിമ. ഈ ഉയർപ്പിന് മുമ്പ് 70-ാം ഞായറാഴ്ച എന്ന് പറഞ്ഞാൽ അത് സൂചിപ്പിക്കുന്നത് ഒരു നോമ്പിൻ്റെ കാലത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുക, ഒരു സീസൺ ഓഫ് ഫാസ്റ്റിംഗ് എന്നാണ് പൊതുവെ പറയുന്നത്. അത് പല സഭകളെയും സംബന്ധിച്ച് വ്യത്യസ്തമായിട്ടുള്ള സമയത്ത് നിശ്ചയിച്ചിട്ടുണ്ട്. വരുന്ന ഞായറാഴ്ച ആംഗ്ലേയ പാരമ്പര്യത്തിൽ 60-ാം ഞായറാഴ്ച. ഈ 2 ഞായറാഴ്ചകളും ആംഗ്ലിക്കൻ ട്രഡീഷനാണ് പ്രത്യേകമായി ആചരിക്കുന്നത്. എന്നാൽ അതിന് പിന്നെ വരുന്ന 50-ാം ഞായറാഴ്ച ഇവിടെ പൗരസ്ത്യ സഭയുടെ 50-ാം നോമ്പ് ആരംഭിക്കുകയാണ്. 50 നോമ്പ് ആരംഭിക്കുന്ന കാലം. നമ്മളുടെ ദക്ഷിണേന്ത്യാ സഭ നോമ്പ് എന്ന് പ്രത്യേകിച്ച് വേർതിരിച്ചിരിക്കുന്നത് ഫെബ്രുവരി 14 മുതലുള്ള ചാമ്പൽ ബുധനാഴ്ചയാണ്. അപ്പോൾ ഈ 70 ഞായറാഴ്ച മുതൽ നമ്മുടെ പാരമ്പര്യത്തിൽ നിന്ന് നമ്മൾ സംസാരിക്കുകയാണെങ്കിൽ നമ്മളുടെ ജീവിതത്തെ ഒന്ന് തിരിഞ്ഞു നോക്കുവാൻ, നമ്മളുടെ പാപങ്ങളെ ദൈവസന്നിധിയിൽ ഏറ്റുപറയുവാൻ, ഈ ദിവസങ്ങളിലൊക്കെ നമ്മൾ ചിന്തിച്ചുകൊണ്ടിരുന്ന ജീവിതത്തിൻ്റെ ഒരു റിന്യൂവൽ ഉണ്ടാവാൻ വളരെ ശ്രദ്ധയോടുകൂടെ
നമ്മൾ ആത്മീയ യാത്ര തുടരുകയാണ്. അതുകൊണ്ട് ഇന്നു മുതൽ ആരംഭിക്കുന്ന ദിനങ്ങൾ നമ്മളുടെ ആധ്യാത്മിക ജീവിതത്തെ സംബന്ധിച്ച് പരമപ്രധാനമാണ്. അതെപ്പോഴും ഓർത്തിരിക്കുന്നത് നല്ലതാണ്. ഈ ദിവസങ്ങളിൽ, പ്രത്യേകിച്ച് ഞായറാഴ്ച ദിവസങ്ങളിൽ, നമ്മൾ വിശ്വസിക്കുന്ന, ഏറ്റുപറയുന്ന, വേദപുസ്തകം നമ്മെ പഠിപ്പിക്കുന്ന സഭയുടെ ദൈവവചനത്തിലൂടെ നാം മനസ്സിലാക്കുന്ന രക്ഷാചരിത്രമാണ് നമ്മൾ ധ്യാനിക്കുന്നത്. സാൽവേഷൻ ഹിസ്റ്ററി. അത് ചിന്തിക്കുന്നതിനുള്ള സമയമാണ് ഈ 70 ദിവസം, അല്ലെങ്കിൽ ഉയർപ്പിന് മുമ്പുള്ള ഈ 9 ആഴ്ചകൾ. അപ്പോൾ ഓരോ ഞായറാഴ്ചയും നിങ്ങൾ വളരെ ശ്രദ്ധയോടുകൂടെ ഈ ആരാധനയിൽ പങ്കെടുക്കുകയും ദൈവത്തിൻ്റെ വചനം വായിക്കുകയും ചെയ്യുന്നെങ്കിൽ അവിടെ നിർദ്ദേശിക്കപ്പെട്ടിരിക്കുന്ന പ്രമേയങ്ങൾ, വിഷയങ്ങൾ ഒരു അടുക്കും ചിട്ടയുമുള്ള ഒന്നാണ്. ഇന്ന് പ്രത്യേകിച്ച് സൃഷ്ടിയെക്കുറിച്ചാണ് പറയുന്നത്, ക്രിയേഷൻ. അതോട് ബന്ധപ്പെട്ട വേദഭാഗങ്ങളാണ് നമ്മൾ വായിച്ച് കേട്ടത്. പിന്നെ തുടർന്നുള്ള ദിവസങ്ങളിൽ വീഴ്ചയെക്കുറിച്ച് പറയും. എങ്ങനെയാണ് ഈ സൃഷ്ടി തകർന്നത്. പിന്നെ തുടർന്ന് പല രക്ഷാചരിത്രത്തിൽ നമ്മെ ബാധിക്കുന്ന പല വിഷയങ്ങളും ഉണ്ട്. വിശ്വാസത്തെക്കുറിച്ച് ദുഃഖാഴ്ചയിലേക്ക് വരുമ്പോൾ നമ്മുടെ കർത്താവിൻ്റെ പീഠാനുഭവം, കാൽവറി ക്രൂശ്, പിന്നീട് ഉയർപ്പ്. അപ്പോൾ രക്ഷാചരിത്രം സംക്ഷിപ്തമായി ധ്യാനിക്കാനുള്ള അവസരത്തിലേക്ക്, ഒരു സീസണിലേക്ക് നമ്മൾ പ്രവേശിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് ഈ കാലം, ഈ ആഴ്ചകൾ ആധ്യാത്മികമായ ഒരു പുതുക്കം ആഗ്രഹിക്കുന്നെങ്കിൽ നിശ്ചയമായും ഈ കാര്യങ്ങളെക്കുറിച്ച് ധ്യാനിക്കുകയും നമ്മുടെ ജീവിതത്തിൽ വന്ന വീഴ്ചകൾ, അറിഞ്ഞുമറിയാതെയും ചെയ്തു പോയ തെറ്റുകൾ ദൈവസന്നിധിയിൽ ഏറ്റുപറയുകയും ചെയ്യേണ്ടത് ആവശ്യമാണ്. ഇന്ന് നമ്മുടെ ശ്രദ്ധ ആകർഷിക്കുന്നത്, അല്ലെങ്കിൽ ക്ഷണിച്ചിരിക്കുന്നത്, സൃഷ്ടിയെക്കുറിച്ചാണ്. സൃഷ്ടിയുടെ നന്മ. സൃഷ്ടി വളരെ മനോഹരമാണ്. പ്രത്യേകിച്ച് നമ്മളുടെ ഭൂമിയെക്കുറിച്ചും ഈ ലോകത്തെക്കുറിച്ചും പ്രപഞ്ചത്തെക്കുറിച്ചും അറിവുള്ളവരാണ് നമ്മളൊക്കെ. നമുക്ക് സങ്കല്പിക്കാവുന്നതിലപ്പുറമാണ് ഈ പ്രപഞ്ചത്തിൻ്റെ വ്യാപ്തി. അതിൻ്റെ ഒരു ചെറിയ കോണിലാണ് നമ്മൾ. നാസ തുടങ്ങിയ ആളുകൾ ഈ പ്രപഞ്ചത്തിൻ്റെ ചിത്രങ്ങളൊക്കെ നമുക്ക് നൽകുമ്പോൾ നാം അത്ഭുതപ്പെടുകയാണ്. അത് കാണുമ്പോൾ അതിന് ദൈവം സൃഷ്ടിച്ചിരിക്കുന്ന ഈ ഭൂമിയുടെ സൗന്ദര്യം, ഈ ലോകത്തിൻ്റെ സൗന്ദര്യം, ഈ പ്രപഞ്ചത്തിൻ്റെ സൗന്ദര്യം നമ്മളെ ആകർഷിക്കുകയാണ്. ദൈവം സൃഷ്ടിച്ച ഈ പ്രപഞ്ചത്തിൻ്റെ ഒരു ഭാഗമാണ് നിങ്ങളും ഞാനും. അതല്ലാതെ ഭൂമിയെ വേർതിരിച്ച് കാണുന്നത് വേദപുസ്തകപരമല്ല. കാരണം ദൈവം ആദിയിൽ എല്ലാം സൃഷ്ടിച്ചു, അതിനുശേഷം മനുഷ്യനെയും സൃഷ്ടിച്ചു. അതിനുശേഷം ദൈവവചനം പറയുകയാണ്, 1-ാം അധ്യായത്തിൻ്റെ അവസാന വാക്യത്തിൽ പറയുകയാണ്, എല്ലാം നല്ലത് എന്ന് കണ്ടു. മനുഷ്യനും ഉൾപ്പെടെ ദൈവം ഈ ലോകത്തിൻ്റെ, പ്രപഞ്ചത്തിൻ്റെ നന്മ കണ്ടു, ആസ്വദിച്ചു. അതെത്ര മനോഹരമായിരിക്കുന്നു എന്ന് ദൈവം പ്രഖ്യാപിച്ചു. വാസ്തവമായി അത് മനോഹരമാണ്. അത് പ്രപഞ്ചം മുഴുവനും നമ്മൾ നോക്കേണ്ട കാര്യമില്ല. നമുക്ക് കാണാവുന്ന, ശ്രദ്ധിക്കാവുന്ന ഇടങ്ങൾ മാത്രം നോക്കിയാൽ അത് മനസ്സിലാകും.
അപ്പോൾ ഈ പ്രപഞ്ചത്തിൻ്റെ, ഈ ഭൂമിയുടെ സൗന്ദര്യത്തെക്കുറിച്ച് വേദപുസ്തകത്തിൽ ഇന്ന് 104-ാം സങ്കീർത്തനം വായിച്ച് പല ഭാഗങ്ങളിൽ അത് പറയുന്നുണ്ട്. 19-ാം സങ്കീർത്തനത്തിൽ പറയുന്നു, നിങ്ങളുടെ ഓർമ്മയിലുണ്ടല്ലോ, ആകാശം ദൈവത്തിൻ്റെ മഹത്വത്തെ വർണ്ണിക്കുന്നു, ആകാശവിധാനം അവൻ്റെ കൈവേലയെ പ്രസിദ്ധമാക്കുന്നു. സങ്കീർത്തനക്കാരൻ അതിൻ്റെ സൗന്ദര്യം പ്രഖ്യാപിക്കുകയാണ്. വേദപുസ്തകത്തിൽ മാത്രമല്ല, പാട്ട് പാടുമ്പോഴും അത് നമ്മൾ പറയാറുണ്ട്. നമുക്കെല്ലാം മനപ്പാഠം അറിയുന്ന നമ്മുടെ ഗായസംഘം മിക്കവാറും പാടുന്ന ഒരു പാട്ടുണ്ട്, ഓ ലോർഡ് മൈ ഗാഡ് വെൻ ഐ ഇൻ ഓസം വണ്ടർ. ആ ഇംഗ്ലീഷ് പാട്ട് നിങ്ങളുടെ ഓർമ്മയിലുണ്ടാവുമല്ലോ. കൺസിഡർ ഓൾ ദ വേൾഡ്സ് ദൈ ഹാൻഡ്സ് ഹാവ് മെയ്ഡ്. തുടർന്ന് പറയുകയാണ്, ഐ സീ ദ സ്റ്റാർസ്, ഐ ഹിയർ ദ റോളിംഗ് തണ്ടർ, thy power throughout the universe displayed. ഈ ഒരു സൗന്ദര്യം കാണുമ്പോൾ പാട്ടുകാരൻ പറയുന്നത് എന്താണ്? Then sings my soul, my Savior God to thee, how great thou art. How great thou art. ദൈവത്തെ സ്തുതിക്കാനേ നമുക്ക് കഴിയൂ, ഇത്ര മനോഹരമായി ദൈവം നമ്മെ സൃഷ്ടിച്ചു. ഭൂമിയുടെ ഈ സൗന്ദര്യം പാട്ടിലും അല്ലെങ്കിൽ സങ്കീർത്തനത്തിലും പാട്ടിലും മാത്രമല്ല, നമ്മുടെ ദേശത്തെ കണ്ട ആളുകളും അത് മനോഹരമെന്ന് പറയുന്നു. കുട്ടികൾ സാധാരണ പാടുന്ന ഒരു പാട്ടുണ്ട്, എല്ലാവർക്കും മനപ്പാടം അറിയാവുന്ന പാട്ടാണ്, സാരേ ജഹാം സേ അച്ഛാ ഹിന്ദോസ്താം ഹമാര. സ്കൂളിലും കോളേജിലും പ്രത്യേകിച്ച് ഈ റിപ്പബ്ലിക് ഡേയിലും ഒക്കെ പലതവണ നമ്മൾ കേട്ടതാണ്. ഒരു ഗസൽ രീതിയിൽ മുഹമ്മദ് ഇൽബാൽ 1904 എഴുതിയ പാട്ടാണ്, സാരേ ജഹാം സേ അച്ഛ. നമ്മുടെ ഭൂമിയെ നോക്കി പറയാണ്, നമ്മുടെ ദേശത്തെ നോക്കി പറയുകയാണ്. എത്ര മനോഹരമായി. അപ്പോൾ നമ്മുടെ ദേശത്തെ വാഴ്ത്തുന്ന ഒരു പാട്ടാണ് നല്ല പാട്ട്. അതേസമയം വളരെ ദീർഘകാലമായി അതനുഭവിക്കുന്ന കെടുതികളെക്കുറിച്ച് പരിഭവിക്കുന്ന വാക്കുകളുണ്ട്. അത് പറയുന്നത്, ചരിത്രം പറയുന്നത് ബ്രിട്ടീഷ് ഭരണത്തിനെതിരായിട്ടുള്ള ഒരു പാട്ടായിരുന്നു. പക്ഷേ ഈ ദേശാഭിമാനം പ്രഖ്യാപിക്കുന്ന ഈ പാട്ട് നമ്മുടെ ദേശത്തിൻ്റെ സൗന്ദര്യം ചൂണ്ടിക്കാണിക്കുകയാണ്. അപ്പോൾ ചുരുക്കം പറഞ്ഞാൽ, ഈ ഉദാഹരണങ്ങളൊക്കെ ഞാൻ പറഞ്ഞത് ദൈവം സൃഷ്ടിച്ച ഈ ഭൂമി നമ്മുടെയും നമ്മളുൾപ്പെടെ അത് നന്മയുള്ളതാണ്. നന്മയുള്ളതായിട്ടാണ് ദൈവം അത് സൃഷ്ടിച്ചത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ദൈവവചനത്തിലൂടെ ക്രിയേഷൻ ഈസ് ബ്യൂട്ടിഫുൾ, വളരെ മനോഹരമായ ഒന്നാണ്. എന്നാൽ സംഭവിച്ചത് എന്താണ്? സൃഷ്ടിയെ മനുഷ്യൻ കളങ്കപ്പെടുത്തി. സൃഷ്ടി കളങ്കപ്പെടുവാൻ കാരണക്കാരനായത് മനുഷ്യനാണ്. മനുഷ്യൻ്റെ ഫ്രീ വില്ലാണ്, ഇച്ഛാശക്തി എന്ന് പറഞ്ഞാൽ എന്തും ചെയ്യുവാനായിട്ടുള്ള സ്വാതന്ത്ര്യമുള്ള മനുഷ്യൻ. അവൻ ഈ സൃഷ്ടിയെ നശിപ്പിക്കുന്നതായിട്ടാണ് ദൈവത്തിൻ്റെ വചനം സൂചിപ്പിക്കുന്നത്. അതുകൊണ്ട് ദൈവം എന്ത് ചെയ്തു? ഒരു വലിയ ജലപ്രളയമുണ്ടാക്കി, ഈ ഭൂമിയെ ഒന്ന് കഴുകി വൃത്തിയാക്കി. ഒടുവിൽ നോഹയും കുടുംബവും ശേഷിച്ചു. ഇനിയും ജലപ്രളയം ഉണ്ടാവില്ല എന്ന് യഹോവയായ ദൈവം അരുളി ചെയ്തു. എന്നിട്ടും അഹങ്കാരിയായ മനുഷ്യൻ ഗോപുരങ്ങൾ പണിതു. അഹങ്കാരിയായ മനുഷ്യൻ ദൈവത്തെ നിഷേധിച്ചു. അനുസരണക്കേട് തുടർന്നും കാണിച്ചു. അഹങ്കാരിയായി മാറി. ഞാനാണ് എല്ലാത്തിൻ്റെയും അധീശനെന്ന് പ്രഖ്യാപിച്ച് ഗോപുരങ്ങൾ പണിതു. ഇന്നും മനുഷ്യൻ ഗോപുരങ്ങൾ പണിതുകൊണ്ടിരിക്കുകയാണ്. സൃഷ്ടിക്ക് സംഭവിച്ച വീഴ്ചയെക്കുറിച്ചാണ്
ഇവിടെ സൂചിപ്പിക്കുന്നു. ജ്ഞാനപീഠം കയറിയ ഒരു മഹാനായ കവി നമ്മുടെ നാട്ടിലുണ്ട്. നിങ്ങൾ മലയാളം കവിത വായിക്കുന്നവരാണ്, ഒന്നുകിൽ പഠിച്ചു കാണുമെന്ന് ഞാൻ വിചാരിക്കുകയാണ്. ജ്ഞാനപീഠം കയറിയ ഒരു മഹാകവിയാണ് ONV കുറുപ്പ്. അദ്ദേഹത്തിൻ്റെ കവിതകളൊക്കെ ചിലപ്പോൾ നിങ്ങൾ വായിച്ചു കാണും. വളരെ പ്രസിദ്ധമായ ഒരു കവിതയാണ് ഭൂമിക്കൊരു ചരമഗീതം. നിങ്ങൾ വായിച്ചിട്ടില്ലെങ്കിൽ വായിക്കണം. ഭൂമിക്ക് ഒരു ചരമഗീതം. അദ്ദേഹം പറയുന്നത് ഭൂമി അപമാനിക്കപ്പെടുന്നു മനുഷ്യനാൽ. അപ്രതീക്ഷിതമായി ഈ ഭൂമിക്ക് അന്ത്യം സംഭവിക്കും എന്നാണ് കവിയുടെ ഭാവന. ഭൂമിയോടൊപ്പം സർവ്വജീവജാലങ്ങളും ചാമ്പലാകും എന്നാണ് ONV കുറുപ്പ് തൻ്റെ കവിതയിൽ പറയുന്നത്. അതിൻ്റെ ആദ്യത്തെ വരികൾ നിങ്ങളുടെ മനസ്സിലുണ്ടാവണം. ഇനിയും മരിക്കാത്ത ഭൂമി, നിന്നാസന്ന മൃതിയിൽ നിനക്കാത്മശാന്തി. ഭൂമിയുടെ മൃതി ആസന്നമായിരിക്കുന്നു എന്ന് ONV കുറുപ്പ് പറഞ്ഞു തുടങ്ങിയാണ്. വളരെ അർത്ഥസമ്പൂർണമായൊരു കവിതയാണ്. എന്തുകൊണ്ടങ്ങനെ സംഭവിക്കുന്നു? മനുഷ്യൻ അഹങ്കാരിയായി. വളരെ മനോഹരമായി ദൈവം സൃഷ്ടിച്ച ഈ ഭൂമി, നമ്മുടെ പരിസ്ഥിതി, നമ്മുടെ ചുറ്റുപാട് നാം മലിനമാക്കി. ഞാൻ കഴിഞ്ഞ ദിവസം ഒരു ഉദ്ധരണി വായിക്കുകയായിരുന്നു, ഇംഗ്ലീഷിലാണ്. നമുക്ക് സംഭവിച്ചിരിക്കുന്ന പരാജയം എവിടെയാണ് എന്ന് അതിലെഴുതിയിട്ടുണ്ട്. ഞാനത് വായിച്ച് കേൾപ്പിക്കാം. ഇംഗ്ലീഷിലാണ്. Lovely place we live in, but scientists talk of ideology. Godmen teach science. Mythologists write history. Actors endorse devotion. Billionaires give you lessons on simple living. NRIs show us how to love your country. Criminals teach us values. God is silent. നമ്മൾ പറയും എല്ലാം ഉൾട്ടായാണ്. നേരായ രീതിയിലല്ല സമൂഹം പോകുന്നു. എല്ലാം തലതിരിഞ്ഞു പോയിരിക്കുന്നു. എന്തുകൊണ്ട് സംഭവിച്ചു? അഹങ്കാരിയായി മനുഷ്യൻ തീർന്നു. ഇത്ര മനോഹരമായി സൃഷ്ടിച്ച ഈ ഭൂമിയെ അതിൻ്റെ ചരമഗീതം വരെ എഴുതുവാനുള്ള കാലമായി. നമ്മുടെ രാജ്യം 75ാമത് റിപ്പബ്ലിക് ഡേ ആഘോഷിക്കുകയായിരുന്നല്ലോ. അപ്പോൾ എല്ലാവരും ഒരുപോലെ പറഞ്ഞ ഒരു കാര്യം, സാധാരണക്കാരന് ഇവിടെ നീതി കിട്ടുന്നില്ല, ജുഡീഷ്യറിയിലുള്ള വിശ്വാസം നഷ്ടപ്പെട്ടു. ഇത് പറഞ്ഞത് രാഷ്ട്രീയക്കാരൊന്നുമല്ല, ഇത് പറഞ്ഞത് സുപ്രീം കോടതിയിലെ ജസ്റ്റിസാണ്. ഞാൻ പത്രങ്ങളിൽ നിന്നാണത് വായിച്ചത്. അഭയനിവാസ് എന്ന് പറയുന്ന സുപ്രീം കോടതി ജഡ്ജ് പറയുകയാണ്, ഇവിടെ സാധാരണക്കാരന് നീതി കിട്ടുന്നില്ല. ഭാരതത്തിൽ ജനാധിപത്യം നശിക്കുന്നു എന്ന് പറയുന്നു അദ്ദേഹം തന്നെ. നമ്മുടെ മുഖ്യമന്ത്രി തന്നെ പറഞ്ഞു, ഇവിടെ ആർത്തിയുടെ സംസ്കാരമാണ് വളരുന്നത്. നമ്മളുടെ ഭൂമി, ഈ നമ്മൾ വസിക്കുന്ന ഈ ഭൂമിയെ ദൈവം നന്നായി മനോഹരമായി സൃഷ്ടിച്ചെങ്കിലും അത് നാശത്തിലേക്കാണോ പോകുന്നത്? നാം ചിന്തിക്കണം. അതുകൊണ്ട് ഒരു നോമ്പുകാലം ആരംഭിക്കുമ്പോൾ സൃഷ്ടിയെക്കുറിച്ച് ചിന്തിക്കുകയാണ്.
നാം എങ്ങോട്ടാണ് പോകുന്നത്? ഈ ഭൂമിയുടെ സ്ഥിതി എന്താണ്? മനുഷ്യൻ്റെ സ്ഥിതി എങ്ങനെ? എന്നാൽ ഇതിനൊരു പ്രതിവിധി ഉണ്ടാവണ്ടേ? ഇതിനെന്താണ് ഒരു സൊല്യൂഷൻ? ആ സൊല്യൂഷൻ ഇന്ന് വായിച്ച സുവിശേഷ ഭാഗത്ത് നിങ്ങൾ ശ്രദ്ധിച്ചിരിക്കും. ഇന്ന് വായിച്ച സുവിശേഷം ഭാഗം നിങ്ങൾക്ക് കാണാപ്പാടമാണ്. അവിടെ പറഞ്ഞത് ഈ സൃഷ്ടികർത്താവായ ദൈവത്തോട് പ്രാർത്ഥിക്കുകയാണ്, ഞങ്ങളെ പുതുക്കണമേ, സ്വർഗസ്ഥനായ പിതാവേ, നിന്റെ രാജ്യം വരണമേ, നിന്റെ തിരുഹിതം സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണം. ഈ നോമ്പുകാലത്ത് നാം പ്രാർത്ഥിക്കേണ്ട പ്രാർത്ഥനയാണ്, നാം എന്നും പ്രാർത്ഥിക്കുന്ന ഈ പ്രാർത്ഥന. നിന്റെ രാജ്യം വരണമേ. ഈ ലോകത്ത് ധർമ്മം നിലനിർത്തണമേ. ആവാസ വ്യവസ്ഥയ്ക്ക് കോട്ടം വരാതിരിക്കാൻ, നാം ജീവിക്കുന്ന ചുറ്റുപാടിൽ നാശം വരാതിരിക്കാൻ, മനുഷ്യൻ്റെ അഹന്ത അവസാനിക്കുവാൻ, സഹോദരങ്ങളെ സ്നേഹിക്കുവാൻ, സ്വർഗസ്ഥ പിതാവേ, നിന്റെ രാജ്യം വരണമേ. നിന്റെ തിരുവിഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിൽ. സഹോദരങ്ങളോട് ക്ഷമിക്കാൻ ഞങ്ങൾക്ക് കഴിയണമേ. ഇനിമേൽ പാപത്തിൽ അകപ്പെടാതിരിക്കാൻ, നേരായ പാതയിൽ പോകുവാൻ ദൈവമേ, സ്വർഗസ്ഥ പിതാവേ, എന്നെ സഹായിക്കണമേ. ഈ പ്രാർത്ഥന ഈ ഒരു വലിയ നോമ്പിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പായി, ഈ ഒരു സീസണിലേക്ക് നമ്മൾ പ്രവേശിക്കുമ്പോൾ ഈ പ്രാർത്ഥന നമ്മുടെ ജീവിതത്തെ രൂപാന്തരപ്പെടുത്തട്ടെ. ഒരു സമയമുണ്ടാവും, എഫേസ്യ ലേഖനത്തിൽ വായിച്ചതുപോലെ, സ്വർഗവും ഭൂമിയും യേശുവിൽ ഒന്നാകുന്ന സമയം. അതാണ് അപ്പോസ്തലനായ പൗലോസ് എഫേസ്യർ ലേഖനം തുടങ്ങുന്നത്. അത് പുതിയ ആകാശവും പുതിയ ഭൂമിയായി, സ്വർഗവും ഭൂമിയും ഒന്നു ചേരുന്ന സമയം, ഒന്നായിത്തീരുന്ന ക്രിസ്തുവിൽ. അതാണ് സ്വർഗസ്ഥനായ പിതാവേ, നിന്റെ രാജ്യം വരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. എൻ്റെ വാക്കുകളെ ഉപസംഹരിക്കുകയാണ്. ഈ ഒരു പുതിയ സീസണിൽ നമ്മുടെ സൃഷ്ടിയെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ അതിൻ്റെ പുതുക്കത്തിനായി നമുക്ക് പ്രാർത്ഥിക്കാം. അപ്പോൾ പിതാവായ ദൈവത്തിനും പുത്രനായ ദൈവത്തിനും പരിശുദ്ധാത്മാവായ ദൈവത്തിനും സകല ബഹുമാനവും മഹത്വവും കാലാവസാനം കൂടാതെ ഉണ്ടായിരിക്കട്ടെ. ആമേൻ.